ഒരു യങ് ഏജ് മുതൽ ഒരു എല്ലാ പ്രായക്കാർക്കും വരുന്ന ഒരു കോമൺ ആയിട്ട് കാണാറുള്ള ഒരു കണ്ടീഷനാണ് ഉറക്കക്കുറവെന്ന് പറയുന്നത്. ഉറക്കക്കുറവിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന്, നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് സ്ക്രീൻ ടൈം കൂടുന്നതനുസരിച്ച് ഉറക്കം കുറയാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ ഉറക്കം കുറയാറുണ്ട്. ഉറക്കക്കുറവ് കൊണ്ട് ഒരു ഡോക്ടറെ കാണേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത്, നമുക്ക് ചെന്ന് കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും, പക്ഷെ ഉറങ്ങാൻ ഉള്ള ഒരു താമസം അത് പല ആളുകളിലും രാവിലെ ഉറങ്ങി തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരുപാട് നേരം വെളുക്കാറാകുന്നത് വരെ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നു. എന്നിട്ട് അവർ ഉറങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് രാവിലെ ആകുന്നു. അപ്പം കൂടുതൽ സമയം ഉറങ്ങാൻ പറ്റാതെ വരിക, അതിൽ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക, അല്ലെങ്കിൽ ഉറക്കത്തിൽ കൂടുതൽ സമയത്ത് മറ്റെന്തെങ്കിലോ സംഭവിക്കുന്നത് പോലുള്ള ആങ്സൈറ്റി ഉണ്ടാവുക. ആളുകളിൽ ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് ഡയബറ്റീസ്. ഡയബറ്റീസ് ഉള്ള ആളുകളിൽ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടുന്ന ഒരു ആവശ്യമായിട്ട് വരുന്നു. എന്തുകൊണ്ടാണ് ഉറക്കക്കുറവ് ഉണ്ടാകുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഉറക്കത്തെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് ഓറലി കഴിക്കാനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ശിരോ മസാജുകൾ ചെയ്യാറുണ്ട്. കൂടുതലും ശിരോധാര പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കാണ് കൂടുതൽ റിസൾട്ട് കിട്ടാറുള്ളത്.